ഈ റിജിൽ മാക്കുറ്റി പറഞ്ഞ് അവസാനിപ്പിക്കുന്ന കാര്യം പി കെ കുഞ്ഞനന്തനെ കുറിച്ചാണ്. അന്ന് മുഖ്യമന്ത്രിയുടെ ഭാഗത്തുനിന്ന് അദ്ദേഹം മരിക്കുന്ന സമയത്തുണ്ടാകുന്ന അനുസ്മരണത്തെ കുറിച്ച് അങ്ങും പ്രതികരിച്ചതാണ്. ടി പി ചന്ദ്രശേഖരൻ കൊല ചെയ്യപ്പെടും എന്ന് നിരന്തരമായ ഇന്റലിജൻസ് റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. അതടക്കം ഇന്ന് ആ കോടതിയുടെ മുന്നിലേക്ക് വരുന്നുണ്ട്. 2014 പട്ടികയിലില്ലായിരുന്ന ശിക്ഷാ പട്ടികയിലില്ലായിരുന്ന രണ്ടുപേരെ കൂടി ഉൾപ്പെടുന്നു. പക്ഷേ CPM ഇപ്പോഴും പറയുന്നത് കെ കൃഷ്ണന്റെ പ്രസംഗം ഞാൻ നേരത്തെ പരാമർശിക്കുമ്പോൾ വസീഫ് പറയുന്നത് അങ്ങനെ പ്രസംഗത്തിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ കേരളത്തിൽ UDF-ൽ BJP-യിൽ ഒക്കെ എത്ര നേതാക്കളെ ജയിലിൽ പറഞ്ഞു വിടേണ്ടി വരും എന്നാണ്. അതങ്ങനെ വെറുമൊരു ഭീഷണിയായിരുന്നോ, വെറുമൊരു പ്രസംഗമായിരുന്നോ, CPM-ന് ഒരു പങ്കുമില്ലാത്ത കൊലപാതകമായിരുന്നോ? മധു, അത് വെറും ഒരു പ്രസംഗമല്ല എന്നുള്ളതാണല്ലോ ഇപ്പോൾ കോടതി കണ്ടെത്തിയത്. വെറും ഒരു പ്രസംഗം മാത്രമല്ല, അതേപോലെയാണ് ചന്ദ്രശേഖരനെ കൊല ചെയ്തത്. തല പൂക്കുല പോലെ ചിതറിത്തെറിക്കും എന്ന് പറഞ്ഞ അതേ സംഭവത്തിൽ അതേപോലെ അദ്ദേഹത്തിന്റെ ശരീരത്തിനൊന്നും ഒരു പരിക്കും കൊടുത്തില്ല. മുഖം വികൃതമാക്കി തല മുഴുവൻ വെട്ടിപ്പുറഞ്ഞിട്ടായിരുന്നു ആ രൂപമുണ്ടായിരുന്നത്. അത് പറയുമ്പോൾ വല്ലാത്ത വേദനയുണ്ട്. എനിക്കത് അതൊക്കെ ആ ചിത്രം കേരളത്തിലെ ദിവസം മുഴുവൻ കണ്ടിട്ടുണ്ടാവും. അതേപോലെയാണ് കൃഷ്ണൻ പ്രസംഗിച്ചാൽ എന്താണോ അത് തന്നെയാണ് നടപ്പാക്കിയത്. പിന്നെ എങ്ങനെയാണ് അതൊരു വെറും പ്രസംഗമാവുക? അതൊക്കെ വാദത്തിന് പലതും നിരത്താം മധു. അതിലപ്പുറത്തേക്ക് ഒന്നും അതിനെ നമുക്ക് കാണുന്നു. CPM എക്കാലത്തും അങ്ങനെ തന്നെയാണ്. CPM അവർക്കെതിരെ വരുന്നവരെ ഏത് തരത്തിലും ന്യായീകരിച്ച് അതിനെ നിരത്താൻ കുറേ വാദമുഖങ്ങൾ അവർക്കുണ്ടാകും. CPM-ന് എതിരായിട്ട് വരുന്നതിൽ മുഴുവൻ അവരങ്ങനെ നേരിടും. എതിരായിട്ട് വന്നാൽ, അനുകൂലമായിട്ട് വന്നാൽ അത് ഏറ്റവും നന്നാവും. ഇപ്പൊ നോക്കൂ, ഈ മോഹനനെ ശിക്ഷിച്ച രക്ഷപ്പെടുത്തിയ അതേ കോടതി തന്നെയാണ് മറ്റുള്ള പ്രതികളെ ശിക്ഷിച്ചത്. അപ്പോൾ ഇപ്പോഴും പറയുന്നു പാർട്ടിക്ക് പങ്കില്ല. ഇവർ ഏരിയ കമ്മിറ്റിയിലെ പ്രമുഖരായ ആളുകൾ. കുഞ്ഞനന്തൻ, ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, കുഞ്ഞനന്തൻ ഏരിയ കമ്മിറ്റി എന്ന് പറഞ്ഞ കേന്ദ്ര കമ്മിറ്റിക്ക് തുല്യമാണ്. പിണറായി വിജയന്റെ വലങ്കൈയായിരുന്ന ആളാണ്. ആ കണ്ണൂർ ജില്ലയിലെ ഏറ്റവും പ്രധാനിയായ ആളാണ് കുഞ്ഞനന്തൻ. അതുകൊണ്ടാണല്ലോ കുഞ്ഞനന്തനെ ജയിലിൽ പോയി കണ്ടു. കുഞ്ഞനന്തൻ ഇപ്പോഴും ഒരു ഉറുമ്പിനെ പോലും നോവിക്കാത്ത ആളാണ് എന്ന് പിന്നെ ഒരു കോടതി ശിക്ഷിച്ച ആളെ പോലും ഇപ്പോഴും ഇവര് പറയുന്നത് എന്തുകൊണ്ടാണ്? അത് അംഗീകരിക്കാൻ ഇവിടെ മനസ്സിലില്ല. അത്രയും വലിയ നേതാവായിരുന്നു. അത് തന്നെയാണ് ഇതിന്റെ പ്രധാനം. CPM-ത്തിന്റെ ഇതിനകത്തുള്ള പങ്കും ആരാണ് ഇത് നടത്തിയത് എന്നുള്ളതിന് മറ്റു തെളിവൊന്നും ആവശ്യമില്ല. ആ വർത്തമാനം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. ഇതുകൊണ്ട് മോഹന്റെ കേസും നേരത്തെ വക്കീഫ് പറഞ്ഞു. തീർച്ചയായിട്ടും അത് കേസാണെങ്കിൽ അത് കേസ് പോകട്ടെ, നമുക്കതിനൊന്നും അഭിപ്രായ വ്യത്യാസമില്ല. പക്ഷെ ഒരു കാര്യമുണ്ട്, മോഹനൻ ഇതിനകത്ത് പങ്കുണ്ട് എന്നുള്ളത് പകലുപോലെ സത്യമാണ്. ചന്ദ്രശേഖരൻ ജീവിച്ചിരിക്കുന്നു എന്നതുപോലെ, ചന്ദ്രശേഖരൻ കൊല ചെയ്യപ്പെട്ടു എന്നതുപോലെ, ചന്ദ്രശേഖരന്റെ കൊലപാതകത്തിൽ കോഴിക്കോട് ജില്ലാ സെക്രട്ടറി P. മോഹൻ ഉൾപ്പെടെ അതിന്റെ ഉന്നതങ്ങളിലുള്ള CPM നേതൃത്വത്തിനുള്ള പങ്ക് വളരെ വളരെ വ്യക്തമാണ്. അത് ഒരുപക്ഷെ ഒരു തെളിവിന്റെ അഭാവത്തിൽ ശിക്ഷിക്കപ്പെടാതെ പോയിട്ട് സത്യമല്ലാതാകില്ല. 100% എന്റെ മനസാക്ഷി തൊട്ട് ഞാൻ 100% എനിക്കത് ബോധ്യമുണ്ട്. കാരണം കുഞ്ഞനന്തനും മോഹനും വിളിച്ച ഫോൺ അത് തെളിയിക്കാൻ ഫോൺ കിട്ടിയിട്ടില്ല. പക്ഷെ വിളിച്ച കോളുണ്ട്. അവര് വിളിച്ച് സമ്മതം അറിയിച്ചിട്ട് മാത്രമാണ് ഇത് നടത്തിയത്. മോഹൻ വലിയ ആളായിട്ട് നടക്കാം, ഇവർക്ക് നാട്ടിക്കാം, ഞങ്ങളുടെ നേതാവിനെ ഒന്നും ചെയ്തില്ല, നേതാവിനകത്ത് പങ്കില്ല എന്നൊക്കെ ഇവർക്ക് കാലങ്ങളോളം പറഞ്ഞു നടക്കാം. പക്ഷേ അത് ആ സത്യം തെളിയുമാണ്, പൂർണ്ണമായിട്ടും തെളിയും. ഞാനത് ഉറച്ചു വിശ്വസിക്കുന്നതാണ്. ചന്ദ്രശേഖരൻ എന്ന സത്യം ഇന്നും നിൽക്കുകയാണ്. ആ സത്യം തീർച്ചയായിട്ടും അത് വൈകാതെ നമുക്ക് തെളിയുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. അതിനുള്ള പോരാട്ടമാണ് തീർച്ചയായിട്ടും നടത്തുന്നത്. അവർക്ക് ഏത് തരത്തിൽ വേണമെങ്കിൽ പ്രതിരോധിക്കാം. എനിക്കൊരു പ്രശ്നമില്ല, ഞങ്ങൾക്കൊരു പ്രശ്നമില്ല. പക്ഷെ ഞങ്ങൾ ആ കാര്യവുമായിട്ട് മുന്നോട്ട് പോകും. ബഹുമാനപ്പെട്ട വസീഫ് ഉൾപ്പെടെ DYFIയുടെ മുതിർന്ന നേതാവാണ്. തങ്ങളെപ്പോലുള്ള ആളുകൾ സത്യമായിട്ട് അംഗീകരിക്കാനും ഇത് തെറ്റിനെ തെറ്റെന്ന് പറയാനും സാധിക്കണം. അങ്ങനെ പറഞ്ഞുകൊണ്ടൊരു പാർട്ടി മുന്നോട്ട് പോകണം. നിങ്ങൾ യുവാക്കളെ നയിക്കേണ്ടത് അങ്ങനെയായിരിക്കണം. അല്ലാതെ എല്ലാത്തിനെയും ന്യായീകരിച്ച് പോകുന്ന ഒരു പാർട്ടിയായിട്ട് മാറുന്നതുകൊണ്ട് ഈ CPM-നെ തകർക്കാനാണ് എന്ന് പറയുന്നത്. CPM ഇനി തകരാനില്ല, അത് തകർന്നു കഴിഞ്ഞു. അതിന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി അല്ലാതായി മാറിക്കഴിഞ്ഞു. അതിനെ ഇനിയും തകർക്കുക എന്നൊക്കെ പറഞ്ഞ് വിലപിച്ചിട്ട് ഒരു കാര്യമില്ല. അതുകൊണ്ട് ഇതൊക്കെ ഇവർക്ക് ഇനിയും പറഞ്ഞുകൊണ്ടേയിരിക്കാം എന്നത് മാത്രമേ ഉള്ളൂ. മുഹമ്മദ് 56 സാക്ഷികളായിരുന്നു ഇതിനകത്ത് കൂറുമാറിയത്. പ്രധാനപ്പെട്ട സാക്ഷികൾ, അവരെയൊക്കെ ഇവർ കൂറുമാറ്റി. ഈ പൂക്കടയിലെ കേസൊക്കെ തെളിയിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞല്ലോ.
ആ സാക്ഷികളൊക്കെയാണ് ഇവർ ഭീഷണിപ്പെടുത്തി ബലം പ്രയോഗിച്ച്. നമുക്കറിയാലോ CPM-ന്റെ ഒരു അധികാര സംവിധാനം. പാർട്ടിക്കകത്ത് ഗ്രാമങ്ങളിലൊക്കെ ജീവിക്കുന്ന ആളുകൾ അവരെങ്ങനെയാണ് സാക്ഷി പറഞ്ഞ് ആ നാട്ടിൽ പോയി അവർക്ക് ജീവിക്കാൻ സാധിക്കുക? ഈ അന്വേഷണ ഉദ്യോഗസ്ഥന്മാരെ ഏതൊക്കെ തരത്തിൽ ഭയപ്പെടുത്തി അവരുടെ ഭാര്യമാരെ, അവരുടെ കുട്ടികളെയൊക്കെ നമ്മൾ കണ്ടതാണല്ലോ. എന്തൊക്കെ തരത്തിലാണ് ഇവർ പ്രതിരോധം സൃഷ്ടിച്ചത് ആ പാർട്ടി. അവരെത്തി അതിജീവിച്ചാണ് ഈ കേസിനെ ഇതുവരെ വരെ എത്തിക്കാൻ സാധിച്ചത്. അതുകൊണ്ട്